പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലം വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ഈ ഞായറാഴ്ചത്തെ ധ്യാനത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് യേശുക്രിസ്തു 7 അപ്പവും കുറച്ച് മത്സ്യവും കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നതായ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗം തന്നെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള വാക്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. ആദ്യം 5 അപ്പം കൊണ്ട് 5000 പേരെയും രണ്ടാമത് 7 അപ്പം കൊണ്ട് 4000 പേരെയും. ഈ 2 സംഭവങ്ങളും നടക്കുന്ന വ്യത്യസ്തമായ സമയത്തും വ്യത്യസ്തമായ കാലയളവിലുമാണ്. ഈ 2 സംഭവങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. 5000 പേരെ പോഷിപ്പിക്കുന്നതിൻ്റെ ഓഡിയൻസ് പ്രധാനമായിട്ടും യഹൂദന്മാരായിരുന്നു. രണ്ടാമത്തെ 4000 പേരെ പോഷിപ്പിക്കുന്നതിൻ്റെ ഓഡിയൻസ് ജാതികളായിരുന്നു. അത് പ്രധാനമായിട്ടും തെക്കപ്പോലീസ് എന്ന സ്ഥലത്താണ് നടക്കുന്നത്. 2 സംഭവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്ത ഈ സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാന ചിന്ത, നമ്മുടെ കർത്താവ് മനുഷ്യൻ്റെ ആത്മീയമായ സംതൃപ്തി മാത്രമല്ല, ശാരീരികമായ ആവശ്യങ്ങളെയും കൂടി അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ്. ജീസസ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ബോത്ത് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ നീഡ്സ്. വചനം കൊണ്ട് ആളുകളെ സംതൃപ്തിപ്പെടുത്തുന്ന കർത്താവ് അവരുടെ വിശപ്പിനെയും കൂടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സുവിശേഷ മേഖലകളിലും ജീവിതത്തിലും ഇതൊരു മാർഗദർശനമാണ്. മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. മാത്രമല്ല, യേശുക്രിസ്തു യഹൂദന്മാർക്ക് വേണ്ടി മാത്രം അപ്പം വർദ്ധിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ ജാതികൾക്കും കൂടി അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഈ ദൗത്യം നമുക്ക് വലിയ മാർഗദർശനമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷ ദൗത്യത്തിൽ യഹൂദന്മാരും ജാതികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വംശീയതയ്ക്കപ്പുറമായിട്ടാണ് യേശുക്രിസ്തു ചിന്തിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഇൻക്ലൂസീവായ ഈ തുറന്ന കാഴ്ചപ്പാട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാർഗദർശനമാണ്. ഇടുങ്ങിയ വംശീയതയ്ക്കപ്പുറമായിട്ട് എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വക്താക്കളായി നമുക്ക് രൂപാന്തരപ്പെടുവാൻ സാധിക്കട്ടെ. മൂന്നാമത്, സഭ എന്താണെന്ന് ഇതിലൂടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. സഭ എന്ന് പറയുന്ന പ്രത്യേക രാഷ്ട്രത്തിൻ്റെയോ അതുപോലെ പ്രത്യേക ജാതിയുടെയോ പ്രത്യേക വർഗത്തിൻ്റെയോ അല്ല. ചർച്ച് ഈസ് ട്രാൻസ്നാഷണൽ. എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറമുള്ളതാണ് സഭ എന്ന് പറയുന്നത്. സഭയുടെ അതിർവരമ്പ് ഒരു പ്രത്യേക രാഷ്ട്രമായിരിക്കില്ല. സഭ വിശാലമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹവുമാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേക, സഭ കാതോലികമാണ്, സർവ്വലൗകികമാണ്. വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അധീനമായിട്ട് സഭ നിലനിൽക്കുന്നു. ഈ ഭാഗത്ത് യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിക്കുന്നത് ജനങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ടല്ല. യേശുക്രിസ്തുവാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ശിഷ്യന്മാരോ അവിടെ സംബന്ധിച്ച ആളുകളോ അവർക്ക് വിശക്കുന്നു, അപ്പം വേണമെന്ന് അവിടെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയില്ല. ദൈവം മനുഷ്യരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിയുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ദൈവത്തോട് യാചിക്കാതെ തന്നെ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്നു. എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിന് അവരെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ദയ എന്നതിനിവിടെ ഉപയോഗിച്ച ഇംഗ്ലീഷ് പദം കമ്പാഷനാണ്. കമ്പാഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക് ലാറ്റിൻ ഭാഷയിലെ കമ്പാസിയോ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ദ സെയിം ഫീലിംഗ്. ജനത്തിൻ്റെ വിശപ്പ് യേശുക്രിസ്തു തൻ്റെ വിശപ്പായിട്ട് ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിൽ ഈ കമ്പാഷൻ സ്വാധീനിക്കട്ടെ. മറ്റുള്ളവരുടെ ഫീലിംഗ് ഉൾക്കൊള്ളുവാൻ സാധിക്കട്ടെ. മറ്റുള്ളവരുടെ വിശപ്പ് നമ്മുടെ വിശപ്പായി തീരട്ടെ. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി തീരട്ടെ. മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി തീരട്ടെ. മറ്റുള്ളവരുടെ കണ്ണുനീർ നമ്മുടെ കണ്ണീരായി തീരട്ടെ. ഒരു പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്: ഏറ്റവും
ആധികാരികനായ മനുഷ്യൻ ആരാണെന്ന്. ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ്? മറ്റുള്ളവരുടെ കണ്ണുനീർ സ്വന്തം ഹൃദയത്തിലൂടെ ഒഴുകുന്നവനാണ് ആധികാരികമായ വ്യക്തി. അതാണ് സെയിം ഫീലിംഗ് കമ്പാഷൻ എന്നുള്ള അർത്ഥം. നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി എന്നുള്ള ഭാഗം പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ഒരു മുന്നാസ്വാദനം കൂടിയാണ്. കുർബാന സ്ഥാപിക്കുമ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്തു നാം വായിക്കുന്നു. സഭാപിതാവായ ജെറോം ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ചതിനെ ആത്മീയമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം എന്നതിലുപരിയായിട്ട് അപ്പത്തെ വേർഡ് ഓഫ് ഗോഡ്, വചനം എന്ന അപ്പം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവർ ദൈവവചനത്താൽ സമ്പന്നമാകുകയും അതിനാൽ സംതൃപ്തപ്പെടുകയും ചെയ്യുന്നുവെന്ന് ആ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. 7 കുട്ടകളിലായി ശേഷിച്ച കഷണങ്ങൾ ശേഖരിച്ചത് പ്രതീകാത്മകമായിട്ട് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. ശ്രദ്ധേയമായ 2 വ്യാഖ്യാനം നൽകിയത് സഭാപിതാവായ അഗസ്റ്റിനും വിശുദ്ധ അപ്രേമുമാണ്. ദൈവത്തിൻ്റെ കണ്ടിന്യൂഡ് കെയർ ആൻഡ് പ്രൊവിഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശേഖരിച്ച അപ്പങ്ങൾ ഭാവിയിലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ദൈവം സംതൃപ്തമാക്കുന്നതിൻ്റെ തെളിവാണെന്ന് വ്യാഖ്യാനിക്കുന്നു. അഗസ്റ്റിൻ എന്ന സഭാപിതാവ് പറയുന്നുണ്ട്, നിനക്ക് വിശക്കുന്നുവെങ്കിൽ ദൈവം 7 കുട്ടകളിൽ നിന്നും എടുത്തു തരാൻ തയ്യാറാണ് എന്ന്. ശേഖരിച്ച 7 കുട്ടകൾ അന്നത്തെ ജനത്തിന് മാത്രമല്ല, ഭാവിയിൽ കരുതുന്ന ദൈവത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. സങ്കീർത്തന പുസ്തകം 65-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അവൻ എല്ലാ സംവത്സരങ്ങളും നന്മ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും മനുഷ്യജീവിതത്തെ പുഷ്ടി കൊണ്ടും അലങ്കരിക്കുന്നു. സഭാപിതാവായ അഫ്രേമും സമാനമായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്: അവസാനമായി ശേഖരിച്ച ആ അപ്പം നിങ്ങൾക്കുള്ള സമ്മാനമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശേഖരിച്ച ഈ 7 വൻകുട്ടകൾ ദൈവത്തിൻ്റെ തുടർന്നുള്ള ആ കരുതലിൻ്റെ ഭാഗമായി നിലനിൽക്കുകയാണ്. ഇന്നത്തെ ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ പങ്കുവയ്ക്കുന്ന ചിന്ത സഭാപിതാവായ സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം, സ്വർണ്ണനാവുകാരനായ ഈവാനിയോസിൻ്റെ ഈ ഭാഗത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. യേശുക്രിസ്തു 3-ാമത്തെ ദിവസമാണ് അവർക്കപ്പം വർദ്ധിപ്പിക്കുന്നത്. ആദ്യത്തെ ദിവസമോ 2-ാമത്തെ ദിവസമോ അപ്പം വർദ്ധിപ്പിച്ചില്ല. ഒരുപക്ഷെ അവരപ്പം കൊണ്ടുവന്നിരിക്കാം, അത് ആദ്യത്തെ ദിവസം 2-ാമത്തെ ദിവസവും അത് ഭക്ഷിച്ച് തീർന്നിരിക്കാം. 3-ാമത്തെ ദിവസമായിരിക്കാം അവർ ഭക്ഷണം തീർന്നു പോയിരിക്കുന്നത്. ഈ 3-ാമത്തെ ദിവസത്തെ പ്രതീകാത്മകമായിട്ട് സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് പറയുന്നത് ഇപ്രകാരമാണ്: Third day shows when all the provision are consumed. 3-ാമത്തെ ദിവസം എല്ലാം തീർന്ന ദിവസമാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൈവം ഇവിടെ ഇടപെടുന്നത് എല്ലാം തീർന്നു കഴിയുമ്പോഴാണ്. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ചപ്പോഴാണ് ദൈവം ഇടപെടുന്നത്. ഇവിടെ നാം കാണുന്ന ക്രിസ്തു തീർന്നെടുത്തുനിന്ന് മനുഷ്യനെ പുതുക്കുകയും തീർന്നെടുത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ജീവിതത്തിൽ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, എങ്ങോട്ട് പോകും എന്ന അവസ്ഥയിലൊക്കെയും ദൈവം ഇടപെടുന്നു എന്നാണ് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. പ്രതീക്ഷകൾ മങ്ങുമ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമ്പോൾ, സാധ്യതകളില്ലാതാകുമ്പോൾ, എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടും. 3-ാം ദിവസത്തെ യേശുക്രിസ്തുവിൻ്റെ ഇടപെടൽ അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. എൻഡ് എന്ന ഇംഗ്ലീഷ് വാക്ക് എല്ലാത്തിൻ്റെ അവസാനമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എൻഡ് എന്ന് പറഞ്ഞാൽ സീസ് ടു എക്സിസ്റ്റ്, ഇല്ലാതായിത്തീരുക. ഹാപ്പൻ ടു കം എ ഫൈനൽ പോയിന്റ്, ഒരവസാനത്തിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ടെർമിനേഷൻ, എല്ലാം തീർന്നു പോകുക. അങ്ങനെ എല്ലാം അവസാനിച്ച് തീർന്നു കഴിയുമ്പോഴാണ് ദൈവം ഇടപെടുന്നത്. അപ്പം വർദ്ധിപ്പിച്ച ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാം അവസാനിച്ച സ്ഥലത്തു നിന്ന് ഒരു പുതിയ തുടക്കത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. തകർന്നതിനെ യേശുക്രിസ്തു പുനരാവിഷ്കരിക്കുന്നു, പുതിയ ഒരാരംഭം നമുക്ക് നൽകുന്നു. അവസാനിച്ചെടുത്തുനിന്ന് പുതിയ തുടക്കം നൽകുന്നു. ഒരു പുതിയ അധ്യായം മനുഷ്യജീവിത ദൈവം തുറക്കുന്നു. നിരാശയുടെ മധ്യത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ ഈ ദൈവത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസേപ്പിനെ പൊട്ടക്കിണറ്റിൽ
ഇട്ടിട്ട് പോകുകയും എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോൾ അവിടുന്ന് ദൈവം യൗസേപ്പിനെ ഉയർത്തുന്നു. ഇയ്യോബിനെ തൻ്റെ ശിക്ഷയ്ക്ക് ശേഷം എല്ലാം അവസാനിച്ചിടുന്ന ഇരട്ടിയായി നൽകുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 10 വാക്യം, കർത്താവ് ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു എന്ന് നാം വായിക്കുന്നു. അവസാനിച്ചിടത്തുനിന്ന് ജീവിതം പുനർക്രമീകരിക്കുന്നു, പുതുതായിട്ട് ആരംഭിക്കുന്നു. 1-2 ദിവസം അപ്പം വർദ്ധിപ്പിക്കാതെ 3-ാമത്തെ ദിവസം എല്ലാം തീർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. തകർന്നെടുത്ത് നമുക്ക് ജീവിതം പുനർക്രമീകരിക്കുവാൻ സാധിക്കട്ടെ. ദൈവം